വിശ്വപൗരൻ ശശി തരൂർ പാവങ്ങളുടെ പടത്തലവന്മാരുടെ പിന്മുറക്കാരൻ എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാവുന്ന സഖാവ് പന്ന്യൻ രവീന്ദ്രൻ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. VVIP മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം രാജൻ പറയുകയായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത BJPക്ക് കേരളത്തിൽ ജയസാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരമാണ് എന്ന്. രാജൻ ജോസഫ്, നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ട് BJP, എന്തുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ? അല്ല, രാജീവ് ചന്ദ്രശേഖർ സാധാരണഗതിയിൽ പുള്ളിയെ കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ട്. പുള്ളി വലിയ മുതലാളിയാണ്, ഒരാൾക്ക് പൈസ ഉണ്ടായത് വലിയ കുഴപ്പമൊന്നുമില്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയതാ. അത് കട്ടിട്ടും അഴിമതി നടത്തിയിട്ടൊന്നും പൈസ ഉണ്ടാക്കിയതല്ല. പുള്ളിയുടെ നല്ല ബിസിനസ് മാനേജ്മെന്റ് അറിയാം. ആ രീതിയിൽ പുള്ളി പല സ്ഥാപനങ്ങളും വളർത്തിയെടുത്തു. മാത്രമല്ല, പുള്ളിയുടെ മാധ്യമ സ്ഥാപനമായിട്ടുള്ള ഏഷ്യാനെറ്റിനെ പോലും പുള്ളിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നില്ല. ഇവിടെ പലതും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ആ രീതിയൊന്നും പോകുന്നില്ല. മാത്രമല്ല, അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഇപ്പൊ നമ്മുടെ വെറ്റിനറി കോളേജിൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടു, ഞാൻ പ്രകാശ് ജാവദേക്കറെ പോയി കണ്ടു, ഞാൻ VD സതീഷിനെ പോയി കണ്ടു. രാജീവ് ചന്ദ്രശേഖർ ഒന്നും എന്നോട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടൂളായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ല. എന്റെ രാഷ്ട്രീയമോ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പരിഗണിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം എന്ന രീതിയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ ഇതിനു മുമ്പ് പൈസക്കാരായിട്ടുള്ള പലരും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പ്രയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങളുടെ വഴിയെ പോവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് എത്രയോ കോടികൾ മുടക്കാം. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിനകത്ത് പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങൾക്കകത്ത് അദ്ദേഹം വളരെ സമചിത്തതയോടെ വളരെ പക്വതയോടെ ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ട്, ശശി തരൂർ അവിടെ 2009 മത്സരിച്ച് വിജയിച്ചു. അന്ന് വിശ്വപൗരൻ എന്ന് പറഞ്ഞു വന്ന് വിശ്വപൗരൻ 2014 വീണ്ടും മത്സരിച്ച് വിജയിച്ചു. 2019 വിജയിച്ചു. വിശ്വപൗരൻ അതിനിടയ്ക്ക് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചില അഴിമതികളുടെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഹൈക്കമാൻഡ് അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അതൊരു മൈലേജ് കിട്ടാനായിരുന്നു. കാരണം അടുത്ത കേരള മുഖ്യമന്ത്രിയാകുക എന്ന ലക്ഷ്യമാണ് ശശി തരൂരിനുണ്ടായിരുന്നത്. മാത്രമല്ല, വിശ്വപൗരൻ എന്ന് പറഞ്ഞ ആള് ഗതികേടിന്റെ അങ്ങേ തലക്കിലെത്തി. സുകുമാരൻ നായർ പറഞ്ഞു അയാളെ ദില്ലി നായർ എന്ന് പറഞ്ഞു വിളിച്ചപ്പോ, ഞാൻ ദില്ലി നായരല്ല, ഞാൻ പാലക്കാട് നായരാണ്, മലയാളി നായരാണെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് പറയണേ? ഞാൻ നായരാണെന്ന് വിളിച്ചു പറയേണ്ട ആവശ്യം എന്താ ഉള്ളേ? കാരണം നായർ സമുദായത്തിന്റെ വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ ഈ സവർണ മനോഭാവമൊക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം പൊളിച്ചെടുക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നേറുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, പന്ന്യൻ രവീന്ദ്രൻ. എനിക്ക് തോന്നുന്നത് 2004 അവിടുന്ന് PK വാസുദേവൻ നായർ മത്സരിച്ച് വിജയിച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പം ഉപതെരഞ്ഞെടുപ്പിൽ 2005 2006 ആയിട്ടാണ് പന്ന്യൻ രവീന്ദ്രൻ അവിടെ നിന്ന് ആദ്യം MP ആവുന്നത്. അപ്പൊ 2 സിറ്റിംഗ് MPമാർ, ഒന്ന് തിരുവനന്തപുരത്തെ സിറ്റിംഗ് MP, മറ്റൊന്ന് രാജ്യസഭ MP ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയും കൂടിയാണ്. 3 പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇപ്പോ അദ്ദേഹം മുൻ MP ആണ് തിരുവനന്തപുരത്തിന്റെ തന്നെ. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ മക്കൾ തന്നെയാണ് പരസ്പരം മത്സരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ള സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി 2ാം സ്ഥാനത്ത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ തന്നെ ഇന്റലിജൻസ് കൊടുത്തിരിക്കുന്നത്. ഇന്റലിജൻസ് കേരളത്തിനകത്ത് 20 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് എത്തുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരേ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. തൃശ്ശൂർ പോലും ഇല്ല, തൃശ്ശൂരില്ല, ആറ്റിങ്ങലില്ല, എവിടെയില്ല. ശരി, ഞാൻ രാജൻ ജോസഫിനെ ഒരു 10 വർഷം പിറകിലേക്ക് ക്ഷണിക്കുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും തീ പാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2014. O രാജഗോപാൽ ആകെയുള്ള 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 4 ലീഡ് ചെയ്തുകൊണ്ട് ശശി തരൂരിനെ മാത്രമല്ല കോൺഗ്രസ് ക്യാമ്പിനെ തന്നെ വിറപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. അവിടെ അവസാനം നെയ്യാറ്റിൻകരയാണ് വിധി നിർണയിച്ചത്. നമുക്കറിയാം, കോവളവും പാറശാലയും നെയ്യാറ്റിൻകരയും ബ്ലോക്കായി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്താണ് ആ തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിനെ തോൽപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാവി ലഡു വിതരണം വരെ കഴിഞ്ഞു. അതായത് 4 O രാജഗോപാൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായ ട്രെൻഡായിരുന്നു. പക്ഷേ അവസാന നിമിഷങ്ങളിൽ ഈ ന്യൂനപക്ഷങ്ങൾ വോട്ട് മറിക്കാറുണ്ട്. സാധാരണ ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള ക്രിസ്ത്യൻ വിഭാഗം, മുസ്ലിം വിഭാഗമൊക്കെ BJP എങ്ങനെ ജയിച്ചു പോകണ്ട എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് 2014 O രാജഗോപാൽ പരാജയപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു
ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, 2014 ഒരു പകർന്നാട്ടം അല്ലെങ്കിൽ അതിന്റെ ഒരു ആവർത്തനം പ്രതീക്ഷിക്കുന്നുണ്ടോ രാജൻ? ഒരു കാര്യം. രണ്ട്, ഒ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ രാജേട്ടനാണ്. തിരുവനന്തപുരംകാർക്ക് ഒ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടെ അവർ രാജേട്ടൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്. അത്രയും ശക്തിയോടെ വെളിച്ചപ്പെടാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരുവനന്തപുരംകാരൻ എന്ന നിലയിലോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മനസ്സറിയുന്ന ഒരു BJP നേതാവ് എന്ന നിലയിലോ ഒക്കെ രാജീവ് ചന്ദ്രശേഖരന് ഇതിനകം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താ സംശയം? രാജീവ് ചന്ദ്രശേഖർ തനതായ രീതിയിൽ വളരെ സൈലന്റ് അച്ചീവറായിട്ട് നീങ്ങുക. രാജീവ് ചന്ദ്രശേഖർ ഒച്ചമൊഴി ഉണ്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖർ എതിരാളികൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു സംവിധാനമുണ്ട്. സംഘടനാ സംവിധാനത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ടീമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്തായിരുന്നാലും എല്ലാ തരത്തിലും നമ്മുടെ പ്രതീഷ് വിശ്വനാഥൻ, എന്റെ ബ്രോസിന്റെ ഒക്കെ സുഹൃത്തായിട്ടുള്ള പ്രതീഷ് വിശ്വനാഥൻ ഉൾപ്പെടെയുള്ളവരുടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. പ്രതീഷ് കർണാടക തെരഞ്ഞെടുപ്പിനകത്ത് വളരെ സജീവമായിട്ട് ഇറങ്ങിയിരുന്ന ഒരാളാണ്. പക്ഷെ പ്രതീഷ് ഇപ്പൊ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ക്യാമ്പ് ചെയ്യാൻ പ്രതീഷ് നന്നായി ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. പക്ഷെ പ്രതീക്ഷ കർണാടകയിൽ പിളവ് പറ്റിയിരുന്നു. പ്രതീക്ഷ അവസാന നിമിഷം വരെ കർണാടകയിൽ വീണ്ടും BJP വരുമെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ തോറ്റുപോയി. എന്നിരുന്നാലും ഇപ്പൊ രാജീവ് റോസ് പറഞ്ഞോടെ തിരുവനന്തപുരത്തുകാരന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരുമ്പോ, ഇപ്പൊ ഒ രാജഗോപാല് 2014 മത്സരിക്കുമ്പോൾ 2,82,000 വോട്ടാണ് അദ്ദേഹം പിടിച്ചതായി മനസ്സിലാക്കുന്നത്. 2ാം സ്ഥാനത്തെത്തി. അന്ന് അന്ന് CPI നിർത്തിയത് എനിക്ക് തോന്നുന്നു ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരാൾക്ക് പേയ്മെന്റ് സീറ്റ് ആയിരുന്നു എന്നാ പറയുന്നത്. പൈസ മേടിച്ച് സീറ്റ് കൊടുത്തെന്നാ പറയുന്നത്. ബെനറ്റ് എബ്രഹാമിനെ കൊണ്ട് നിർത്തി. 2019 കുമ്മനം രാജശേഖരൻ, അതും BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം രാജേട്ടൻ തന്നെയാട്ടോ. രണ്ടും രാജേട്ടനാണ്. രാജഗോപാലും രാജേട്ടനാണ്, കുമ്മനവും രാജേട്ടനാണ്. കുമ്മനം രാജശേഖരൻ അവിടെ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ 3,16,000 വോട്ടായിട്ട് 2019 മാറി. അല്ല, എനിക്കതിൽ സംശയമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത് ഒ രാജഗോപാലാണ്. ആ തവണത്തെ നമ്മുടെ തരൂരിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 15,000-ലധികം. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും അങ്ങ് അനുഗ്രഹിച്ചു കൊടുക്കുകയായിരുന്നു, അങ്ങ് വാരിക്കോരി കൊടുക്കുകയായിരുന്നു തരൂരിന്. അതുകൊണ്ടാണ് അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോ ഒ രാജഗോപാൽ വീണത്. അത്രയും വോട്ടുകൾ 2019 പിടിക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ചെറിയ സംശയമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടില്ല എന്നാണ് രാജഗോപാലിനാണ്. കാരണം 2019 നേമത്ത് മാത്രമാണ് BJP-ക്ക് ലീഡ് ഉണ്ടായിരുന്നത്, കുമ്മനം രാജശേഖരൻ ലീഡ് ഉണ്ടായിരുന്നത്. പക്ഷെ 2014 നേമത്ത്, വട്ടിയൂർക്കാവിൽ, കഴക്കൂട്ടത്ത്, തിരുവനന്തപുരത്ത് 4 ഇങ്ങനെ രാജേട്ടൻ കത്തി നിൽക്കുകയായിരുന്നു. അപ്പോ മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞു തർക്കത്തിലില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3,16,000 വോട്ട് 2019 കുമ്മനം രാജശേഖരൻ നേടി. 2,82,000 വോട്ട് 2014 ഒ രാജഗോപാൽ നേടി എന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തെറ്റുപറ്റി, അത്രയേ ഉള്ളൂ. നമ്മൾ ഫാക്ട് ചെക്കിംഗ് നടത്താൻ പറ്റുന്ന സമയത്തല്ലല്ലോ ഇരിക്കുന്നത്, നമ്മൾ ലൈവിൽ ഇരിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നത് ബെനറ്റ് എബ്രഹാമിന് പോലും അതിൽ കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു. 2,48,000 വോട്ട് ബെനറ്റ് എബ്രഹാമിന് ഉണ്ടായിരുന്നു 2014. ഓക്കെ, അത് വിടാം, അതല്ലല്ലോ. 2014 കഴിഞ്ഞ് നമ്മൾ 10 വർഷം മുൻപിലേക്ക് വന്നു. ഇവിടെ ഒരു ട്വിസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് രാജൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് CPIക്ക് LDF-നെ സംബന്ധിച്ച് അവർക്ക് നിർത്താൻ കഴിയാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിരിക്കുന്നു. 2009 KK രാമേന്ദ്രൻ നായരായിരുന്നു CPIയുടെ ജില്ലാ സെക്രട്ടറി. 2014 നേരത്തെ രാജൻ പറഞ്ഞതുപോലെ ബെനറ്റ് എബ്രഹാം ആയിരുന്നു. പേയ്മെന്റ് സീറ്റ് വിവാദം അടക്കമുണ്ടായിരുന്നു. 2019 C ദിവാകരനായിരുന്നു. എനിക്ക് തോന്നുന്നു 14-ലും 19-ലും 3ാം സ്ഥാനത്തേക്ക് പോയി LDF. അപ്പോ 24-ലേക്ക് എത്തുമ്പോൾ പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ കരുത്തനാണ്. പന്ന്യൻ രവീന്ദ്രനെ പോലെ ഏറ്റവും സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് CPIയുടെ സ്ഥാനാർത്ഥിയായി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വോട്ടുകൾ ചോരാനുള്ള സാധ്യത കുറവാണ്. 2005 നേരത്തെ രാജൻ പറഞ്ഞതുപോലെ 2005 അദ്ദേഹം PKVയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആകെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 3,90,000 ആയിരുന്നു. അത്രയും വോട്ടുണ്ട്, ഏതാണ്ട് അത്രയും വോട്ടോളം ഉണ്ട് LDF-നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത്. എനിക്ക് തോന്നുന്നു 2005 നിന്ന് ചിത്രം മാറിയപ്പോൾ വോട്ട് ഷെയർ കൂടിക്കാണാനുള്ള സാധ്യതയേ ഉള്ളൂ. അത്രയും വോട്ടൊക്കെ LDF-ന്റെ പെട്ടിയിലേക്ക് വന്നാൽ, നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയുക, അങ്ങനെ വന്നാൽ ചിത്രം വല്ലാതെ, അതൊരു
ട്വിസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, ഈ ഫിറോസെ, നമ്മൾ ഈ പഴയ കഥകൾ പറയുമ്പോൾ ഇപ്പൊ 84-ലും 89-ലും 91-ലും ചാൾസ് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതേസമയം 1980-ൽ 77-ല് അവിടെ നിന്ന് MP ആയിരുന്ന സാക്ഷാൽ സഖാവ് MN ഗോവിന്ദൻ നായരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 80-ൽ അവിടെ നിന്ന് നീലദാസ് നാടാർ എന്ന് പറയുമ്പോൾ അന്ന് പുള്ളി ചെറുപ്പക്കാരനാണ്, പുള്ളി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ അട്ടിമറികളുടെ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. അന്നൊക്കെ ഡയറക്റ്റ് ഫൈറ്റ് ആണ്. LDF UDF തമ്മിലാണ്, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് നടന്നു. അല്ല, ക്ഷമിക്കണം, CPI-യും കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു നടന്നിരുന്നത്. പക്ഷെ അവിടെ ഈ 2009-ന് ശേഷമാണ് ഈ പാർട്ടി BJP എന്ന് പറയുന്നത് ചിത്രത്തിലേക്ക് സജീവമായിട്ട് വരുന്നത്. അതിനുശേഷമാണ് അവരുടെ A ക്ലാസ് മണ്ഡലമായിട്ട് അവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള ഇക്വേഷൻസ് എല്ലാം മാറ്റി വെക്കണം നമ്മളിപ്പോ അവിടുന്ന് എനിക്ക് തോന്നുന്നു 99-ലാന്ന് തോന്നുന്നു VS ശിവകുമാർ എന്ന് പറഞ്ഞാൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശിവകുമാറിനെ കരുണാകരൻ താല്പര്യമെടുത്ത് ഈ പുള്ളിയുടെ വാത്സല്യത്തിന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന പോലെ പുള്ളി കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് ആർക്കും അറിയാത്തൊരു ശിവകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ശിവകുമാർ ജയിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ പഴയ കാലമാണ്. അതൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ PKB മത്സരിച്ച് വിജയിച്ചതോ MN ഗോവിന്ദൻ നായർ ജയിച്ചതും തോറ്റതും അല്ലെങ്കിൽ ശിവകുമാർ അങ്ങനെയല്ല. മണ്ഡല പുനർനിർണയത്തിന് മുൻപ് സ്വാഭാവികമായും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചിത്രം അത് ഇതായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന കഥകൾ അല്ലെങ്കിൽ കണക്കുകൾ മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2008-ലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്താണോ അതേ ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ള നാടകീയതകളാണ്. അത്തരത്തിലൊരു ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം 2014-ലാണ് ഉണ്ടായത്. ആ പോരാട്ടത്തിൽ സ്വാഭാവികമായി ഞാൻ അത് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. തരൂരൊക്കെ വിറച്ചു കേട്ടോ, കോൺഗ്രസിന്റെ ക്യാമ്പൊക്കെ വിറച്ചു. അപ്പൊ അങ്ങനെ ഒരു വിറപ്പിക്കൽ ഇക്കുറി ഉണ്ടാകും എന്ന് രാജൻ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ബെനറ്റ് എബ്രഹാം ആയിരുന്നു 2014-ലെ സ്ഥാനാർത്ഥി. 2024-ലെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്, CPI-യുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. അല്ല, വാർദ്ധക്യകാലത്ത് താൻ മുമ്പ് പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലത്തിൽ മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരുന്ന ഗതികേട് പാർട്ടിയുടെ നിർബന്ധം കൊണ്ട് ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുള്ളി എനിക്കും ഫ്രോസിനൊക്കെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് പുള്ളി. വളരെ സൗമ്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനാണ്. 5 വയസ്സ് അഴിമതി നടത്തിയിട്ടില്ല, ഒന്നുമില്ല. രാജീവ് ചന്ദ്രശേഖറും അഴിമതി നടത്തിയിട്ടില്ല. ശശി തരൂരിനെ കുറിച്ച് അങ്ങനത്തെ കുറെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. സുനിത പുഷ്കറുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ശശി തരൂര് പാർലമെന്റിൽ പോയിട്ട് ഫിറോസെ എന്താ ചെയ്തിട്ടുള്ളത്? ഓക്കെ, നന്നായി സംസാരിക്കാൻ അറിയാം, കടുകട്ടി ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഈ കടുകട്ടി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്തിനാ? മനുഷ്യന് മനസ്സിലാവാൻ ആ ഭാഷ. രാജീവ് ചന്ദ്രശേഖരൻ ഇംഗ്ലീഷ് അറിയാത്താണെന്നല്ല. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വരുമ്പോൾ മലയാളത്തിൽ പറയും. അതായത് ഈ MA ബേബി മലയാളം പറയുന്ന പോലെ, അല്ലെങ്കിൽ P രാജീവ് മലയാളം പറയുന്ന പോലെ, അതല്ലെങ്കിൽ AP ഗോവിന്ദൻ മാഷ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാനല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുന്നതിന്റെ വേറൊരു വികൃതമായ രൂപമാണ് ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ്, കടുകട്ടി ഇംഗ്ലീഷ്. എന്തിനാ ഇത് പറയുന്നേ? മനുഷ്യന് മനസ്സിലാവണ്ടേ, കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടേ? ഇവിടെ സംസാരശേഷി ഇല്ലാത്തവർക്ക് പോലും ഇടയിൽ ആംഗ്യ ഭാഷയിലൂടെ സംവേദനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും മനസ്സിലാവരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ സംസാരിക്കുന്ന ആ ഒരു അപ്പർ ക്ലാസ് മൈൻഡിൽ നിൽക്കുന്ന ഒരു എലൈറ്റ് ബോധം സൃഷ്ടിക്കുന്ന ഒരാളാണ് ഈ ശശി തരൂര്. ഇയാൾ ഗിമ്മിക്സിലൂടെ നിൽക്കുന്നത്. വേണ്ട, ഇയാൾ സെൽഫി എടുത്തിടുമായിരുന്നല്ലോ. പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ സെൽഫി എടുത്തിടും. മൗവാ മൈത്രയുടെ കൂടെയും ബാക്കിയുള്ള സുപ്രിയ സുലയുടെ കൂടെയും ഇങ്ങനെയുള്ള കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള വനിതാ MP-മാരുടെ കൂടെ മാത്രമേ ഇയാള് സെൽഫി എടുത്തിടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ കൂടെയുള്ള ഒരു സെൽഫി ഈ മനുഷ്യൻ ഇതുവരെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, ട്വീറ്റ് കണ്ടിട്ടില്ല. അയാൾ അധ്യക്ഷനാ, ദേശീയ അധ്യക്ഷനാണ്. ഇയാൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു നിലവാരം ഇല്ലാത്ത രീതിയിൽ പോകുന്ന ഒരാളാണ് ശശി തരൂർ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ്. മെഹറുമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം, പാകിസ്ഥാനി ജേർണലിസ്റ്റ് ആയിട്ടുള്ള. അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാതെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിൽ അതുപോലെ ഡിഗ്നിറ്റി സൂക്ഷിക്കാത്ത ഒരു വ്യക്തി ഈ രാജ്യത്തെ ഒരു പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം. പുള്ളി പോലും ഇത്തവണ നിൽക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചതാ. വട്ടിയൂർക്കാവിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, VD സതീഷിനൊക്കെ വെട്ടിട്ട് എങ്ങനെ മുഖ്യമന്ത്രി ആവാൻ പറ്റുക, സുകുമാരൻ നായരെ എല്ലാം സോപ്പിട്ടിട്ട് അങ്ങനെ വരാമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനവിധിയെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല.
2009-ലും 2014-ലും 2019-ലും, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ രൂപത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിന് ഒരേ ഒരു MPA ഉണ്ടായിട്ടുള്ളൂ. അത് ശശി തരൂരാണ്. 2009 ഹാട്രിക് അടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അത് ജനവിധിയെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ശശി തരൂരിനെ അയച്ചത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഓട് പൊളിച്ചു വന്നതല്ല ശശി തരൂരും. അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ വീണ്ടും എന്റെ സംശയം ഈ പന്ന്യൻ രവീന്ദ്രന്റെ ഈ സർപ്രൈസ് എൻട്രിയിലേക്കാണ്. അത് ഏത് തരത്തിൽ ട്വിസ്റ്റ് ചെയ്യും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ, അല്ലെങ്കിൽ വോട്ട് ഷെയറിനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ തീരദേശം ചതിക്കുമോ രാജീവ് ചന്ദ്രശേഖരനെ എന്ന ചോദ്യവുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നൊരു തോന്നൽ വന്നാൽ ചിലപ്പോൾ രാജൻ പറഞ്ഞതുപോലെ വോട്ട് ഏതെങ്കിലും തരത്തിൽ ചോരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ LDFന്റെ ക്യാമ്പ് കൃത്യമായും തരൂരെങ്കിൽ ജയിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖർ ജയിക്കണ്ട എന്നൊരു തീരുമാനമൊക്കെ എടുത്തേക്കാം. അപ്പൊ ആ നിലയ്ക്കൊക്കെയുള്ള അട്ടിമറി സാധ്യതകൾ അവസാന നിമിഷം വരെ നിലനിൽക്കുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. പക്ഷേ രാജൻ പറഞ്ഞ ഒരു കാര്യത്തോട് പൂർണ്ണമായും യോജിക്കേണ്ടി വരുന്നത്, കേരളത്തിൽ BJPക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെ തിരുവനന്തപുരം. രാജൻ, ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയെന്നല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരമാണ്. ഏറ്റവും A ക്ലാസ് ആണ്. പിന്നെ 2, തീരദേശ മേഖലകളിൽ പ്രശ്നങ്ങളൊക്കെ കാവിലഡു വിതരണം ചെയ്യേണ്ടി വരുമോ ജൂൺ 4-ന് തിരുവനന്തപുരത്ത്? രാജന്റെ പ്രതീക്ഷ അത് ഏതെങ്കിലും ലഡു വിതരണം ചെയ്യട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തീരദേശ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിഷപ്പുമാരുമായിട്ടും ലത്തീൻ സഭയുമായിട്ടും ഒക്കെയുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില ഐക്യപ്പെടലുകൾ അവിടെ നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുറെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പന്ന്യൻ രവീന്ദ്രൻ CPI എന്തുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ വജ്രായുധം ഇറക്കിയെന്നുള്ളതല്ല, വേറെ ആയുധം കയ്യിലില്ലാന്നേ. റോസെ ആലോചിച്ച് നോക്കൂ, ദിവാകരൻ നിർത്തി നോക്കിയതാണ്. കാരണം CPI സംബന്ധിച്ചിടത്തോളം ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള, വോട്ട് ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർ വേപ്പോട്ട് നോക്കിയിരിക്കുക. അവർക്ക് കിട്ടിയ മണ്ഡലങ്ങളിലെല്ലാം വസതി. വയനാട് മാത്രമാണ് അവർക്ക് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് നിർത്താൻ പറ്റിയത്, അനുരാജയെ. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന വനിതാ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരാൾ. അതേസമയം തിരുവനന്തപുരത്ത് ഇവർക്ക് ഈ പ്രശ്നമുണ്ട്, തീർച്ചയായും ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് ദേശീയ സമിതിയിൽ നിന്നും ബാക്കിയുള്ള ഭാരവാഹിത്വത്തിൽ നിന്നും ഒക്കെ ഒഴിവാക്കി പ്രായാധിക്യം കൊണ്ട് സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പന്ന്യൻ രവീന്ദ്രനെ അവിടെ കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. അപ്പൊ പ്രായമൊന്നുമില്ല. കാരണം പന്ന്യൻ ആരും ഇല്ല. ആര് നിൽക്കാനാ? ആരെ കൊണ്ട് നിർത്താൻ പറ്റുന്നേ? ഒരു മുതലും ഇല്ലെന്നേ. അതിന്റെ ഭാഗമായിട്ട് പറ്റിയതാ. പിന്നെ അതെ, പറഞ്ഞോ. അല്ല, എങ്കിലും ഇതൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് CPIയുടെ LDFന്റെ അവസാനത്തെ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ പന്ന്യൻ രവീന്ദ്രനാണ്. ആ നിലയ്ക്ക് 2015 അല്ലെങ്കിൽ 2005 ആവർത്തിക്കും, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു വലിയ പ്രകടനം. 2004-ൽ PKB മരിക്കുന്നു. 2005 എനിക്ക് എന്റെ ഓർമ്മ, ഞാനന്ന് കൈരളി TVയിൽ ജോലി ചെയ്യാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ടും 2005-ലാണ് ആ തെരഞ്ഞെടുപ്പ് എന്നാണ് എന്റെ ഓർമ്മ. നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയമാണ്. നമ്മൾ തുടങ്ങിയിട്ടില്ല, ഫിറോസ് തുടങ്ങിയ കാലത്ത്. ഞാൻ അന്നൊക്കെ വേറെ പണിയില്ല. ഓക്കെ. 2005-ൽ പന്ന്യൻ രവീന്ദ്രൻ PKBയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുമ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് 19 വർഷം കഴിഞ്ഞു. 2014 തൊട്ട് രാജ്യം ഭരിക്കുന്നത് BJP ആണ്. 2014-ലും 2019-ലും ആ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കുമ്മനം രാജശേഖരനും രാജഗോപാലും ഒക്കെ വന്നു. കാലം മാറിപ്പോയി. 19 വർഷമായി. 19 വർഷത്തിനിടയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുടെ പ്രതിഫലനം എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നുള്ള കാര്യത്തിനകത്ത് ഒന്നുമില്ല. അതിനിപ്പോ 1 ദിവസം വരെ ഒന്നും കാത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ വിധി പ്രഖ്യാപിക്കപ്പെട്ട ഏതാനും മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇവിടെ തിരുവനന്തപുരം മണ്ഡലം. അത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ശശി തരൂരിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ വീക്കാണ്. പിന്നെ ചന്ദ്രശേഖരന് BJP വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം വേണ്ടത്ര എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. VV രാജേഷിന് ആ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. VV രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം VV രാജേഷ് വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴും ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടില്ല, സ്വന്തം തനിക്ക് പോയിട്ട് പലർക്കും ഫണ്ട് മേടിച്ചതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അതിന്റെ അടുത്ത് അറിയാം. ആനാവൂർ നാഗപ്പന്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളുമായി VV രാജേഷിനുള്ള ചില അവിശുദ്ധ ബിസിനസ് ബന്ധങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് VV രാജേഷ് അവിടെ മത്സരിക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. പക്ഷേ VV രാജേഷ് മുൻകൈ എടുത്തിട്ട് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള BJPയുടെ VV രാജേഷുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകർ
രാജീവന മണ്ഡലത്തിലേക്ക് മുരളീധരന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സംഘടനയ്ക്കകത്ത് തന്നെ ഒരുപാട് മറികടന്നുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു പരിധിക്കപ്പുറം എതിർപ്പുണ്ടെങ്കിലും ഇച്ഛാഭംഗം ഒക്കെ ഉണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ചിരിക്കുകയല്ലാതെ സംസ്ഥാന നേതൃത്വത്തിനോ വി രാജേഷിനോ ബാക്കിയുള്ളവർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്ഥാനാർത്ഥികൾ 3 കേരളത്തിൽ. അത് ഒന്ന് അനിൽ ആന്റണിയാണ് പത്തനംതിട്ട, ഒന്ന് സുരേഷ് ഗോപിയാണ് തൃശ്ശൂര്, ഒന്ന് രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത്. ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ തീരുമാനത്തിൽ വിട്ടുകൊടുത്തതാണ്, അല്ലെങ്കിൽ RSS നിർദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുത്തതാണ്. പക്ഷെ ഈ 3 എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ ഈ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന പോലെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ക്ഷമിക്കണം കേന്ദ്ര നേതൃത്വത്തിന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നത്. അവര് രാജീവിന് പോലും ഇഷ്ടമുണ്ടായിട്ട് വന്നൊന്നുമല്ല, രാജീവിനെ അവിടെ നിർത്തി പിടിച്ചെടുക്കുക എന്നുള്ളൊരു വാശിയുടെ പുറത്ത് വിട്ടതാ. അതിനുള്ള എല്ലാ വിശ്വതയും. അതെ, ഇതൊക്കെ പറയുമ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ നമ്മൾ വലിയ താരതമ്യത്തിന്റെ ഒന്നും അടിസ്ഥാനമില്ല. പക്ഷെ എങ്കിൽ പോലും ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് തിരുവനന്തപുരത്ത് നേമത്തങ്ങ് പൂട്ടിച്ചു. LDF പറയുന്നു അവരാണ് പൂട്ടിച്ചതെന്ന്, UDF പറയുന്നു കെ മുരളീധരൻ വന്ന് നിന്നിട്ട് മുരളിയാണ് പൂട്ടിച്ചതെന്ന്. അതേസമയം തന്നെ ഈ നിയമമല്ല, കോവളം, നെയ്യാറ്റിൻകര, പാറശാല, ഈ 3 മണ്ഡലങ്ങൾ നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഈ വോട്ട് എണ്ണുമ്പോൾ ഈ 3 മണ്ഡലങ്ങൾ എങ്ങോട്ട് എത്രത്തോളം ആരെയൊക്കെ പിന്തുണയ്ക്കുന്നു എന്നത് ഏറ്റവും നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജൻ എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും കൂട്ടിച്ചേർക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നിന്ന് MP ആയിട്ട് പോകും എന്നുള്ള സംശയമൊന്നുമില്ല. അങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാണ്, സഹമന്ത്രിയാണ് ഇപ്പോൾ നിലവിൽ. പക്ഷെ ക്യാബിനറ്റ് റാങ്കോട് കൂട്ടി അദ്ദേഹത്തിന് പദവി കിട്ടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മെക്കാനിസം എന്ന് പറയുന്ന സാധനത്തിനകത്ത് എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ശശി തരൂർ തന്നെ ഇപ്പൊ ഒരു വിഷമത്തിലാണ്. പക്ഷെ ശശി തരൂർ ഈ കോൺഗ്രസിനകത്ത് ഭയങ്കര ഐക്യമുണ്ട്. ശശി തരൂർ എങ്ങനെയും ജയിച്ചു പോകണമെന്നാണ് VD സതീശൻ തൊട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം VDക്ക് അഥവാ ശശി എങ്ങനെ തോറ്റു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ 2026 വരും. പിന്നെ മുഖ്യമന്ത്രി ചെയ്യാൻ വേണ്ടി അതെ, ഒരു വെല്ലുവിളി ആയി ശശി തരൂർ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് രാജൻ നിരീക്ഷിക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചർച്ചകൾ അതൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാമല്ലോ, നേരിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. രാജൻ പറയുന്നതിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വിയോജിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ വരണമെന്ന് മുസ്ലിം ലീഗ് പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇല്ലെങ്കിൽ മിക്കവാറും ഒരു തുടർഭരണവും കൂടെ കേരളം താങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കും എന്നുള്ള ചിന്തയും ആ നിലയ്ക്കുള്ള ചർച്ചകളും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഈ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ കോവളം ഒഴിച്ച് ബാക്കി ആരിടത്തും 2021 നിയമം പൂട്ടിച്ചതടക്കം, ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചടക്കം ആരിടത്തും LDF ആണ് എന്ന ഒരു കാര്യം ഇവിടെ നിൽക്കുമ്പോൾ, പന്ന്യൻ രവീന്ദ്രൻ മുൻ MP, നിലവിലുള്ള MP ശശി തരൂർ, കേന്ദ്രമന്ത്രി കൂടിയായ, രാജ്യസഭാംഗം കൂടിയായ, രാജ്യത്തെ അറിയപ്പെടുന്ന ടെക്നോക്രാറ്റ് രാജീവ് ചന്ദ്രശേഖറും കൂടി ഇറങ്ങുമ്പോൾ പ്രചണ്ഡ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലൂടെ തലസ്ഥാനം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കടന്നു പോകുന്നു. നമുക്ക് ഉദ്വേഗത്തോടെ തന്നെ കാത്തിരിക്കാം എങ്ങനെ വിധി എഴുതും തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലം എന്ന്.